പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഡെബിൻ ടാരറ്റ് ആൻഡ് ലൈഫ് ഗൈഡൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ചിന്തകളെക്കുറിച്ചാണ്. കാർഡുകൾ നമ്മൾ നിരത്തി വെച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്യണമെന്ന്. സാധാരണ 1, 2, 3 ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഇന്ന് നമ്മളൊരു വ്യത്യസ്തതയ്ക്ക് വേണ്ടി 1, 2, 3 ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ ഒരെണ്ണം നന്നായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഒരു 3 ഡീപ്പ് മെഡിറ്റേഷനൊക്കെ എടുത്തിട്ട് ഒരെണ്ണം സെലക്ട് ചെയ്യുക. അപ്പോഴത്തേന് ഞാൻ 1-2 കാര്യങ്ങൾ പറയാനുള്ളത് നേരെ അങ്ങോട്ട് പറഞ്ഞു പോകാം. ഇതൊരു ജനറൽ വീഡിയോ ആണ്, അതിനാൽ തന്നെ എല്ലാവരുമായിട്ട് ഫുള്ളി റെസിനേറ്റ് ആവണമെന്നില്ല. റെസിനേറ്റ് ആവുന്നവർ മാത്രം വീഡിയോ എടുക്കുക. ഇനി കുറച്ച് കാര്യങ്ങൾ റെസിനേറ്റ് ആയുള്ളൂ എന്നുണ്ടെങ്കിൽ ആ റെസിനേറ്റ് ആയ കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് മറ്റുള്ളതിനെ വിട്ട് കളയുക. ടൈംലെസ് വീഡിയോ ആണ്. ഇന്ന് കണ്ടാലും നാളെ കണ്ടാലും 1 മാസം കഴിഞ്ഞ് കണ്ടാലും 6 മാസം കഴിഞ്ഞ് കണ്ടാലും നിങ്ങളെപ്പോൾ ഈ വീഡിയോ കാണുന്നോ ആ നിമിഷം മുതൽ നിങ്ങളുമായിട്ട് ഈ വീഡിയോ കണക്ഷൻ ആവുന്നതായിരിക്കും. നിങ്ങൾ നൽകിയ പിന്തുണ കൊണ്ട് മാത്രമാണ് ഈ ചാനൽ നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നത്. അതിന് ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ്. പലരും പോസിറ്റീവായിട്ട് മാറാൻ സാധിച്ചതിലും എൻ്റെ വീഡിയോകൾ ഇൻസ്പിറേഷനായി എന്ന് പറയുന്നതൊക്കെ കമൻറ്റ് ബോക്സിൽ കണ്ടു. വളരെ 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 സന്തോഷമുണ്ട്. പ്രിയപ്പെട്ടവരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവരും ലൈക്ക് ബട്ടൺ ഇപ്പോൾ തന്നെ അമർത്താനും മറക്കരുത്. അപ്പോൾ 1, 2, 3 നിങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തിയുടെ മുഖമൊന്ന് മനസ്സിൽ വിചാരിക്കാനോ കോൺടാക്ട്സിലോ അല്ലെങ്കിൽ ഇപ്പോൾ കോൺടാക്ട്സിലാണെങ്കിൽ പോലും എന്താണ് അവരുടെ ചിന്ത എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ജനറൽ വീഡിയോ ആണ്. അപ്പോൾ ആ രീതിക്കുള്ള ചില കണക്ഷൻ കുറവ് വന്നാൽ ആ രീതിക്ക് വീഡിയോ എടുക്കാവുള്ളൂ. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ നമ്പർ, സാധാരണ ഒന്നാമത്തെ നമ്പർ ഇവിടെ നിന്ന് തന്നെ എടുക്കാം. ഞാൻ അവിടെ നിന്ന് എടുക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇവിടെ നിന്ന് തന്നെ എടുക്കാം. അപ്പോൾ ഒന്നാമത്തെ കാർഡ് എടുക്കുകയാണ്. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വളരെ സന്തോഷിക്കാനുള്ളൊരു വകുപ്പാണ് വന്നിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളുമായിട്ട് നോ കോൺടാക്ട്സിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു വൺ സൈഡ് ലവ് ആണെങ്കിൽ നിങ്ങളുമായിട്ട് ജീവിതത്തിൻ്റെ പുതിയൊരു തുടക്കത്തിന് വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് എയ്സ് ഓഫ് കപ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. എയ്സ് ഓഫ് കപ്സിൻ്റെ ഊർജ്ജം എന്ന് വെച്ചാൽ പുതിയൊരു തുടക്കമാണ്. അത് സ്നേഹം തന്നെയാണ് കപ്പ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളോട് അവർക്ക് തീർച്ചയായിട്ടും തുറന്നൊരു പ്രണയമുണ്ട്. ഒരു നോ കോൺടാക്ട്സിലൊക്കെ നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരുന്നു നിങ്ങളുടേതെങ്കിൽ അവർ പലതരത്തിലുള്ള ട്രാൻസ്ഫോർമേഷനിലൂടെയൊക്കെ കടന്നു പോയിട്ട് അവർ പലതും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഇനി വൺ സൈഡ് ലവ് ചോദിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവരുടെ അടുത്ത് പോയി പറയാവുന്നതാണ്. നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നോ കോൺടാക്ട്സിൽ നിന്നവരൊക്കെ ആണെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. നിങ്ങളുടെ ലൈഫ് മുൻകാലങ്ങളിൽ എന്തൊക്കെയോ വളരെയധികം ട്രാജഡികൾ അല്ലെങ്കിൽ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. അങ്ങനെ കടന്നു പോകാനുള്ള കാരണം നിങ്ങളുടെ സൊസൈറ്റി വിച്ച് മീൻസ് ഫാമിലിയോ ഫ്രണ്ട്സോ ഒക്കെ ആയിരുന്നു കാരണമെങ്കിൽ അതെന്തൊക്കെയാണെന്നൊന്ന് പരിശോധിക്കുക. ഇനി നിങ്ങളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അതിനിടയിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇടണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഹാബിറ്റ്സൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ശീലങ്ങളൊക്കെ ഈ ബന്ധത്തിനൊരു തടസ്സമായിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികളിലൂടെ പതിയെ നോ കോൺടാക്ട്സിലേക്ക് പോയതാണ് നിങ്ങളുടെ ബന്ധമെങ്കിൽ ഇനി ആ ബന്ധം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാ തരത്തിലുള്ള കുറവുകളും മാറ്റി നിങ്ങൾ നല്ല എഫേർട്ട് ഇട്ട് നല്ല രീതിക്ക് നമ്മളൊരു ചെടിയെ പരിപാലിക്കുന്ന മുകളിൽ വളവും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് പതിയെ ശ്രദ്ധയോടെ വളർത്തിക്കൊണ്ടുവരുന്ന രീതിയിൽ നിങ്ങളുടെ ബന്ധത്തെ ഇനി 1 മുതൽ വെള്ളവും വളമൊക്കെ ഇട്ട് കൊടുത്ത് നല്ല രീതിക്ക് അതിനെ കാത്ത് സൂക്ഷിച്ച് കൊണ്ടുവരിക. നിങ്ങളുടെ സ്നേഹം ഒരു വൻ മരമായി തന്നെ മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ പൈലിൽ തിരഞ്ഞെടുത്തവരുടെ വ്യക്തികളെക്കുറിച്ച് ഇത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരുപാട് വലിച്ച് നീട്ടി കൊണ്ടുപോകുന്നില്ല. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഒരു പുതിയ തുടക്കത്തിന് ആ ഒരു പഴയ പ്രണയത്തിനുള്ള മോഹം വീണ്ടും മനസ്സിൽ ഉടലെടുത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സന്തോഷമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 2, 3 എന്താണ് സംഭവിക്കുക എന്നുള്ളത് അറിഞ്ഞുകൂടാ. അപ്പോൾ ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത് പ്രിയപ്പെട്ടവർ വീഡിയോ ലൈക്ക് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇറങ്ങി പോവല്ലേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരെന്താണെന്ന് നമുക്ക് നോക്കാം. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത നിങ്ങളുടെ വ്യക്തിയുടെ ഊർജ്ജം എന്ന് പറയുന്നത് അവരെന്തൊക്കെയോ വളരെയധികം എതിർപ്പുകൾ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്. ഒരു നോ കോൺടാക്റ്റ് സിറ്റുവേഷനിലാണ് എങ്കിൽ അതൊരു നിങ്ങളോട് കോൺടാക്റ്റ് ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത എന്തൊക്കെയോ എതിർപ്പുകൾ അവരുടെ ജീവിതത്തിൽ ഫേസ് ചെയ്യുന്നുണ്ട്. അതൊരു എനിക്ക് തോന്നുന്നു മേ ബി രണ്ടാമത്തെ കാർഡ് തിരഞ്ഞെടുത്തവരിൽ കൂടുതലും എക്സ്ട്രാ റിലേഷൻ ആയിരിക്കാൻ ഒരു പക്ഷേ പോസിബിലിറ്റി ഉണ്ട്. എൻ്റെ ഒരു ഇൻഡ്യൂഷൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരുടെ കാര്യമല്ല കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ ജനറൽ വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് 100% ശരിയാവണമെന്നില്ല. അങ്ങനെ അല്ലാത്ത ബന്ധങ്ങളിൽ ഉള്ളവർ ഈ വീഡിയോ കാണുന്നത് ഇപ്പോൾ ഇനി പൈല് മാറ്റി പിടിക്കേണ്ട കാര്യമില്ല, ഇത് തന്നെ പിടിച്ചാൽ മതി. അപ്പോൾ എന്തൊക്കെയോ ബന്ധങ്ങളിൽ എന്തൊക്കെയോ ഒരുപാടധികം തടസ്സങ്ങളുണ്ട്. പക്ഷേ ആ തടസ്സങ്ങളെയൊക്കെ എതിരിടാൻ വേണ്ടിയിട്ട് അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഒരു പക്ഷേ അവരുടെ സാഹചര്യവശാൽ ഒരു പക്ഷേ ഈ സമയം അവരിത്തിരി ഗൗരവം
ഗൗരവം നടിച്ച് നിങ്ങളുമായിട്ട് നോ കോൺടാക്ട്സിലാണെങ്കിലും ഒന്ന് മനസ്സിലാക്കുക, നിങ്ങളോടൊപ്പമുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് അവർ ഒരു സൈഡിൽ ആരോടൊക്കെയോ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അവരുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളിൽ നിങ്ങളുടെ വ്യക്തിക്ക് തന്നെയാണ് ആ ഒരു പോരാട്ടത്തിൽ പ്രയോറിറ്റി ഉള്ളത്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ആ ഒരു പോരാട്ടത്തിൽ വിജയിച്ച് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും. ഇനിയിപ്പോൾ വൺ സൈഡ് ലവ് ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഒരു പക്ഷേ ഇഷ്ടം ഉണ്ടായിരിക്കാം, പക്ഷേ എന്തൊക്കെയോ കൂട്ടുകാരികളോ മറ്റുള്ളവരൊക്കെ അതിനെ എതിർക്കുന്നത് കൊണ്ടായിരിക്കാം അവർ നിങ്ങളുടെ അടുത്തേക്ക് യെസ് പറയാൻ മടിക്കുന്നത്. എന്തായാലും അത് അനുകൂലമായി വരാൻ ചാൻസ് ഉണ്ട്. അപ്പം രണ്ടാമത്തെ കാർഡ് എടുത്തവർ നേരെ നിരാശയിലേക്ക് പോകേണ്ട കാര്യമില്ല. നോ കോൺടാക്ട്സിലാണെങ്കിൽ പോലും അവർ ആ എതിർപ്പുകളെ അതിജീവിച്ചാണ്ടോ നിങ്ങൾക്ക് വേണ്ടി അവർ പോരാടുകയാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ കൂടി മനസ്സിലാക്കാതെ പോകരുത്. ജനറൽ വീഡിയോ ആയതുകൊണ്ട് എല്ലാവരായിട്ടും റെസനേറ്റ് ആവണമെന്നില്ല കേട്ടോ. റെസനേറ്റ് ആവുന്നത് മാത്രമേ എടുക്കാവുള്ളൂ. ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അവർക്ക് എന്തായാലും നിങ്ങളോട് താല്പര്യമുണ്ട്, പക്ഷേ നിങ്ങൾക്ക് വേണ്ടി പോരാടുന്ന സമയം അവരെത്തിരി മൗനത്തിലാണെങ്കിൽ അത് നിങ്ങളവരെ തെറ്റിദ്ധരിക്കാനുള്ള ഒരു ഇടയാവല്ലേ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവരെക്കുറിച്ചും ഇത്രയാണ് പറയാനുള്ളത്. ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല, വേറെ ഒന്നുമല്ല, ഇന്ന് ഒരുപാട് നീട്ടിക്കൊണ്ട് പോകാൻ തോന്നുന്നില്ല. ജസ്റ്റ് കാര്യം പറഞ്ഞ് ഇറങ്ങിപ്പോകാനാണ് തോന്നുന്നത്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും തീർച്ചയായിട്ടും ഈ കാർഡ് റെസനേറ്റ് ആവുന്നുള്ളത് ഞാൻ 100% ഉറപ്പ് പറയുകയാണ്. മൂന്നാമത്തെ കാർഡ് എന്താണെന്ന് അറിഞ്ഞുകൂടാ. മൂന്നാമത്തെ കാർഡ് എടുത്തവരുടെ വ്യക്തി എന്ന് പറയുന്നത് നല്ല തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് ഗൈസ്. പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വിഷമം തോന്നുമായിരിക്കും. ഒന്നോ അല്ലെങ്കിൽ രണ്ടോ സെലക്ട് ചെയ്താൽ മതിയായിരുന്നു എന്ന് ഒരു ചെറിയൊരു നിരാശയുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾ ഈ ട്രൂത്ത് അറിയേണ്ടതാണ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ കുഴപ്പമില്ല. ഇനി അറിയില്ലാത്തതാണെങ്കിൽ 3 സെലക്ട് ചെയ്തവരുടെ റിലേഷൻഷിപ്പ് ഒരു ബ്രേക്കപ്പ് സ്റ്റേജിലാണ്, ഒരു നോ കോൺടാക്ട്സിലാണ് എങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ പാർട്ടിയോടൊപ്പമുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്കറിയാവുന്നൊരു കാര്യമാണ്. മറ്റൊരാളുടെ പ്രണയമാവണമെന്നില്ല. അത് നിങ്ങളെ ഇഷ്ടമല്ലാത്തവർ പാര വയ്ക്കുന്നതായിരിക്കാം, ഇനി അവരുടെ വീട്ടുകാർ എതിർക്കുന്നതായിരിക്കാം, ഇനി അവരുടെ കുടുംബത്തിൽപ്പെട്ട മറ്റുള്ളവർ എതിർക്കുന്നതായിരിക്കാം, ഇനി ജോലി സ്ഥലമൊക്കെ ആണെങ്കിൽ ആ ജോലി സ്ഥലത്തുള്ളവരിൽ അവരുമായിട്ട് ഇൻറ്റിമേറ്റായിട്ട് നിൽക്കുന്നവർ നിങ്ങൾക്ക് പാര വയ്ക്കുന്നതൊക്കെ ആയിരിക്കും. എന്തായാലും ആ സ്ട്രോങ് പാർട്ടി റിലേഷൻ്റെ പിടിയിലാണ് നിങ്ങളുടെ വ്യക്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ വൺ സൈഡ് ലവ് ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തെ നിരാകരിക്കാൻ പറഞ്ഞുകൊണ്ട് ആരൊക്കെയോ അവരുടെ ഒപ്പം ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഏത് തരത്തിലാണ് ഫേസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നിങ്ങൾ ഈ സമയത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ പലരുടെയും ലൈഫ് തന്നെ കുട്ടിച്ചോറാക്കിയ ചരിത്രമുണ്ട്. വിവാഹം കഴിഞ്ഞവരുടെയൊക്കെ ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് കാമുകനോ കാമുകിയോ ഒന്നും ആയിരിക്കില്ല. ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ അച്ഛനോ അമ്മയോ നാത്തൂനോ ചേച്ചിയോ അനിയത്തിയോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ വല്ലാത്തൊരു സിറ്റുവേഷനാണ്. നമ്മുടെ അടുത്ത് പലരും റീഡിങ്ങിന് വരുമ്പോൾ നമ്മൾ വളരെ സങ്കടത്തോടെ കേട്ടിരുന്നിട്ടുണ്ട്. അവരൊക്കെ അനുഭവിച്ച ദുഃഖങ്ങൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ലൈഫിൽ ദുഃഖങ്ങൾ എത്രയോ ചെറുതാണെന്ന് തോന്നിപ്പോവാറുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എങ്കിൽ ചിലരുടെ കാര്യത്തിലെങ്കിലും ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അതൊരു മറ്റൊരു പ്രണയമാവാനും തരമുണ്ട്. അപ്പോൾ ഏത് തരത്തിലും ആവാം. അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടോ എന്നുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ അറിയാത്തൊരു വ്യക്തിയാണെങ്കിൽ അതറിയാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുന്നത് നന്നായിരിക്കും. എങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങളുമായിട്ട് നോ കോൺടാക്ട്സിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ആ തേർഡ് പാർട്ടിയുടെ കൂടുതൽ പ്രഷറിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ ബന്ധം ഇന്നിങ്ങനെ ഡെഡായിട്ട് നിൽക്കേണ്ടി വരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഈ തേർഡ് പാർട്ടിയെ റിമൂവ് ചെയ്യിപ്പിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ അതുമായിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ഇത്രയാണ് ഈ 3 ഫയൽ സെലക്ട് ചെയ്തവരെക്കുറിച്ച് പറയാനുള്ളത്. ഇത് രണ്ടും പോസിറ്റീവാണ്. അത് നിർഭാഗ്യവശാൽ നെഗറ്റീവ് ആണെങ്കിൽ പോലും ചിലരെങ്കിലും അറിയാതെ പോകുന്നുണ്ട്. അവരുടെ ആ നോ കോൺടാക്ട്സിൻ്റെ ആ ബ്രേക്കപ്പിന് കാരണമായിട്ടുള്ളത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങളെ അറിയിച്ചു എന്ന് വിചാരിച്ചാൽ മതി. ഒരുപക്ഷെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് അത് പരിഹരിക്കാൻ സാധിച്ചേക്കാം. അതായിരിക്കാം യൂണിവേഴ്സ് ഉദ്ദേശിക്കുന്നത്. എന്ത് തന്നെയായാലും നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഊർജ്ജം പോസിറ്റീവായിട്ട് വയ്ക്കുക. നിങ്ങളുടെ ഊർജ്ജം അടിപൊളിയാക്കി വച്ചെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് പ്രവൃത്തിയും ചെയ്യാൻ പറ്റുള്ളൂ. പ്രിയപ്പെട്ടവരെ, വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതോടൊപ്പം 111 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ കൂടി ഉൾപ്പെടുത്താൻ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ വീണ്ടും നാളെ ഒരു പുതിയ വീഡിയോയുമായിട്ട് വരാം. വാട്സാപ്പ് നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എപ്പോഴെങ്കിലും ഒരു പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യം വരികയാണെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.